പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അയ്യപ്പ സ്വാമിമാരെല്ലാം തന്നെ ശബരിമലക്ക് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം നയനെ കാണാൻ വേണ്ടിയിട്ട് ആദർശ് വരുന്നുണ്ട്. ആദർശ് നയനെ കാണുന്ന സമയത്തിന് ഒത്തിരി അധികം ഇഷ്ടത്തോടെ ഇങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് നയന. ഇത്ര കാലം ആദർശ് വ്രതത്തിലായത് കൊണ്ട് തന്നെ ഇത്ര കാലം നയനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടമെല്ലാം അങ്ങ് അലിഞ്ഞു തീരുന്നത് വരെ രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതേ സമയത്തിന് ദേവേനി ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് പോയതിനു ശേഷമായിരിക്കട്ടെ അവിടെയുള്ള നഴ്സെല്ലാം തന്നെ ദേവേനയോട് ചോദിക്കുന്നത് നയനക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, മരുമോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അപ്പൊ ദേവേനയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അതെന്താ സിസ്റ്ററെ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കാട്ടോ. അപ്പോഴായിരിക്കും ആ നഴ്സ് ഞെട്ടിപ്പിക്കുന്ന ആ ഒരു സത്യം ദേവേനയോട് പറയുന്നത്, മരുമകളാണ് നിങ്ങളുടെ ജീവൻ തിരിച്ചു പിടിച്ചത് എന്ന്. എന്നാൽ ഈ ഒരു സത്യം കേൾക്കുന്ന സമയത്തിന് ദേവേനയ്ക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദേവേനയുടെ മനസ്സിൽ ഇത്ര കാലം കുറെ അധികം സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ നഴ്സിൽ നിന്ന് ആ ഒരു ഞെട്ടിക്കുന്ന സത്യം കേട്ടതോടുകൂടെ തന്നെ ദേവേനക്ക് ഭയങ്കര അങ്ങ് സങ്കടമൊക്കെ വരികയാണ്. എന്നിട്ട് ദേവേനി ഇത്ര കാലം സംശയിച്ചതിനുള്ള ഉത്തരവൊക്കെ ദേവേനിക്ക് കിട്ടണ്ടോ. എന്നിട്ട് ദേവേനി പറഞ്ഞത് ശരിയാണ്, എന്റെ മരുമകൾ നയനമോൾ തന്നെയാണ് എന്റെ ജീവൻ തിരിച്ചു പിടിച്ചത്. ഈ യുദ്ധത്തിൽ ഞാൻ ഏതായാലും തോറ്റുപോയി. ഇനി മുതൽ ഞാൻ എന്നും ജീവിതകാലം മുഴുവൻ അവളുടെ താഴെ തന്നെയായിരിക്കും. അവളേക്കാൾ ഒത്തിരി പടി താഴെയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ദേവേൻ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് പൊട്ടിക്കരയുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം തന്റെ ജീവൻ നിലനിർത്താൻ പോലും കാരണക്കാരിയായി ആ നയനെ കാണാൻ വേണ്ടിയിട്ട് ദേവേനി നേരെ ദയനയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ ദേവേനി വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ നയനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് നയനക്ക് പോലും അതൊട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ നയനോട് പോയിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം നയനോട് ഇത്ര കാലം താൻ ചെയ്തു കൂട്ടിയ എല്ലാ പാപത്തിനും കുറ്റബോധം കൊണ്ട് തന്നെ ദേവേന ഇങ്ങനെ നയനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കനകദുർഗയും ഒത്തിരി കാലം കാണാൻ ആഗ്രഹിച്ച ആ ഒരു കാഴ്ചയാട്ടോ പ്രേക്ഷകരെല്ലാം തന്നെ ഒന്നിച്ച് കാണുന്നത്. ദേവയാനി വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ നയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അനന്തപുരിയിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്